ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ അന്ന് ക്ലാസ്സിൽ ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും റെസിപ്പീസ് ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് 5:30 എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മദ്രസയിൽ എക്സാം ഉണ്ട്, അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് നമ്മൾ ഓരോരുത്തർ കൊണ്ടുപോകണം. പിന്നെ ഓരോ കറികളും സാധനങ്ങളൊക്കെ ഓരോരുത്തർ ഓരോ ഐറ്റംസാണ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. 1 കിലോ പരിപ്പാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ തേങ്ങയുടെ വെള്ളമൊക്കെ ഫറാസ് കുടിച്ചിട്ടാ. അപ്പോൾ പരിപ്പ് ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഇനി തേങ്ങ ഒന്ന് ചിരകി എടുക്കണം. അപ്പോൾ ഇന്ന് രാവിലെ കടി പുട്ടാണ് ഉണ്ടാക്കണത്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ 3 തേങ്ങയാണ് ഞാൻ പായസത്തിന് എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് ചിരകി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പരിപ്പ് ഇതാ ഞാൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ചൂടോടെ തന്നെ കേട്ടോ കഴുകിയെടുത്തത്, നേരം കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ കഴുകിയിട്ട് പരിപ്പ് കുക്കറിലിട്ടിട്ട് പരിപ്പിൻ്റെ മേലൊക്കെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു വിസലും കുറച്ച് നേരം കൂടെ ആയപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ചോറ് ഇതാ തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള ശർക്കര 17 അച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് പുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ പഴം പുഴുങ്ങണം കേട്ടോ. പുട്ടും പഴം പുഴുങ്ങിയതുമാണ്. അപ്പോൾ അത് ഒരടപ്പത്ത് റെഡിയാക്കുന്നുണ്ട്. ചോറ് വെന്ത് കഴിഞ്ഞപ്പോൾ തേങ്ങ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 തേങ്ങ ചിരകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ പാലെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ മദ്രസയിൽ പോകാൻ ടൈമായപ്പോൾ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ. വിളിക്കാനല്ല, അവർ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. മദ്രസയിൽ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോയിട്ടാ. ഇനി 9 മണിക്കേ വരുള്ളൂ. അപ്പോൾ അതായത് പഴം പുഴുങ്ങിയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കണം. അതിനായിട്ട് പുട്ടുപൊടി നനച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനിങ്ങനെ കേട്ടോ പുട്ടുണ്ടാക്കാറ്, ആവിയേറ്റണ പാത്രത്തിൽ. പിന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു മുറി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മുറി ഞാൻ പുട്ടിൽ കൊടുത്തിട്ടാ വേറെ തേങ്ങ ചിരകിയിട്ട്. അപ്പോൾ അതൊക്കെ ദേ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇടും കേട്ടോ. ഈ ഒരു കുക്കറിൽ നമുക്ക് പാൽ കൊഴിച്ചാൽ നിറഞ്ഞ് ഇതായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ആ വിരലുകൊണ്ട് കാണിച്ചു തന്നത്. പിന്നെ വെള്ളവും കറക്റ്റായിരുന്നു. പരിപ്പിൻ്റെ മേലേക്ക് മാത്രം വെള്ളം വെച്ചാൽ മതി കുറച്ച്. അപ്പോൾ അതേ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പരിപ്പ് ആ ശർക്കരപ്പാനി കിടന്നിട്ട് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് അതിലേക്ക് ആ മധുരമൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ അതേ 3 പാലെടുക്കുന്നുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാല് നല്ല കട്ടിയിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ അവർ മദ്രസയിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അവർ രണ്ടാളും വന്നുള്ളൂ, പാത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ദേ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ 3ഉം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ കോലമാണ് ഈ കാണുന്നത്. അപ്പോൾ അതേ ഇതൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഞാൻ 3-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ആ പാലായിട്ടൊന്ന് മിക്സ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വെച്ചേക്കണത് ചെറിയ ജീരകവും ഏലക്കായും കൂടെ ചൂടാക്കാൻ വെച്ചേക്കണേന് ഇതിലേക്ക് പൊടിച്ചിടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ 2-ാം പാൽ ഒഴിച്ചിട്ടാ. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങാക്കൊത്ത് വറുക്കാനായിട്ട് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് 3 എണ്ണം മുറിക്കാത്തതുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടാണ്. അപ്പോൾ അതേ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് കുറുകിയതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അതേ പിന്നെ നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാലൊന്ന് കുറുകി വരും. ഇപ്പോൾ ഒരു ഇച്ചിരി ലൂസായിട്ട് നമുക്ക് ഓഫാക്കാം.
കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് ഞാൻ ഓഫാക്കിയിട്ടുള്ളത്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള നെയ്യും ആ തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാം ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ടേ ആർക്കും കൊടുക്കുള്ളൂ. അപ്പോൾ അത് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ആദ്യം വെന്തോ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. തിരക്ക് കൂടുതലുള്ളപ്പോൾ വേവൂല, അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി ഇടേണ്ട കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് ഊറ്റാമെന്ന് വിചാരിച്ച്, പിന്നെ വേസ്റ്റൊക്കെ ഒന്ന് കൊട്ടിക്കളയാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചൺ പൂട്ടിയിട്ട് അപ്പുറത്തോട്ട് പോയിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ചോറ് ഊറ്റാനായിട്ട്. ചോറ് ഊറ്റി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ക്ലാസ്സിൽ പോകാൻ ടൈമും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോകാൻ റെഡി ആയിട്ടാണ്. അപ്പം ഇന്ന് യൂണിഫോം ഇല്ല, കളർ ഡ്രസ്സാണ്. അപ്പോൾ അതേ ഞങ്ങൾക്കുള്ള ചോറും ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ചോറൊക്കെ ബാഗിൽ വെച്ച് പായസം റെഡിയാക്കി. പഠിക്കാനുള്ള ബുക്ക് മാത്രം എടുത്തിട്ടില്ല, കാരണം കുറേ നാളായി ഞാൻ ക്ലാസ്സിൽ പോയിട്ട്. അപ്പോൾ ആ ബുക്കൊക്കെ എടുത്ത് വെച്ച് ആദ്യം ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് ആ പാത്രം വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ വേറെ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് രണ്ടാമത് പോയതാണ് കേട്ടോ. ആദ്യം ഞാൻ റെഡിയായിട്ട് ആ പാത്രമൊക്കെ വെച്ച് നോക്കി, അതൊട്ടും ഇരിക്കണില്ല, ചെരിഞ്ഞു പോണു. അങ്ങനെ ഞാൻ ഈ ബോക്സിൽ കൊള്ളൂലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ കൊണ്ടുപോയത്. പക്ഷേ ഇത് ഒരെണ്ണത്തിൽ തന്നെ കൊണ്ടുവിട്ടാ. അപ്പം അതിൽ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പിന്നെയും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ പായസവും സെറ്റ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ ട്രൈപ്പോഡൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. വ്ളോഗ് എടുക്കുകയാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് ബാക്കിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതായിട്ട് പോയതാണ്. അപ്പം അങ്ങനെ ഞാൻ ക്ലാസ്സിൽ പോയി. ഇത് ഫറാസ് എടുത്ത് തന്നാണ് എനിക്ക് ഈ വീഡിയോ. ക്ലാസ്സിൽ പോയി അവിടെ ചെന്നപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിക്കായിരുന്നു ക്ലാസ്. ഞാൻ എത്തുമ്പോൾ 10:30 ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായി ഈ വഴിക്ക് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ കണ്ടപ്പോൾ എന്നെ കളിയാക്കിയിട്ട് ആരപ്പോൾ ഇത് എന്താ ഈ ക്ലാസ്സിൽ എന്നൊക്കെ ചോദിച്ചിട്ട്. അതെന്താണ് പൊട്ടത്തരം പൊട്ടത്തരം ഇന്റലിജൻസിന്റെ ഒരു എവിഡൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഷെയർ വന്നത് 2 വലിയ ഐസും കെട്ടായിട്ടാണ്. അത് അതീ കൊണ്ടുവച്ചപ്പോൾ അത് അടയണില്ല. അതാണ് സാറ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഞങ്ങൾ വീഡിയോ എടുത്താണ്. മാം ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പം അതാ ഞങ്ങൾ ബ്രേക്കായപ്പോൾ പിന്നെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് കൊണ്ടുവന്ന് ഇവിടെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രം പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ, ഒരു വെറൈറ്റിക്ക്. അങ്ങനെ അതൊക്കെ സെറ്റായി. പിന്നെ അതേ മോരിനുള്ള ഇത് വാങ്ങാൻ പോവുകയാണ്. കട അപ്പുറത്തന്നെ, തൊട്ടപ്പുറത്തന്നെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി മോര് വാങ്ങിയവൾ. മോര് വാങ്ങാൻ കൂടെ വന്നെങ്കിലും എൻ്റെ ഉദ്ദേശം ഉപ്പ് സോഡയായിരുന്നു. ഉപ്പ് സോഡ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ പോയാലും ഞാൻ ഉപ്പ് സോഡ കുടിക്കും. അപ്പോൾ അതേ ഞാനൊരു ഉപ്പ് സോഡയും കുടിച്ചിട്ടാണ്. എന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി. അപ്പോൾ ഓരോരുത്തർ ഓരോ ഐറ്റംസൊക്കെ എടുത്ത് റെഡിയാക്കേണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഫ്രണ്ടിൽ താഴെ ഇരിക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ച് ആ ഹാളിലേക്ക് തന്നെ വന്ന് ഇവിടുത്തെ ചെയറൊക്കെ മാറ്റിയിട്ട് ഈ ഒരു റൂമിൽ തന്നെ ഇരുന്നിട്ടാ. അങ്ങനെ എല്ലാവരും എല്ലാം വിളമ്പാണ്. ഞങ്ങളൊരു 12 പേരാണുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ഐറ്റംസ് ആകുമ്പോൾ അത്യാവശ്യമായല്ലോ. എന്തായാലും ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ പായസവും പിന്നെ എന്താണ് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിച്ചിട്ടാണ്. പിന്നെ സാറും മാമും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ ഇപ്പോൾ വെക്കേഷനായ കാരണം കുട്ടികളും ടീച്ചേഴ്സൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സും ഏകദേശം കഴിയാനൊക്കെ ആയിട്ടുണ്ട്. മെയ്യിലൊക്കെ ആകുമ്പോൾ എക്സാമാണ്. അപ്പോൾ ഇപ്പോൾ പോർഷൻസൊക്കെ കഴിഞ്ഞിട്ട് റിവിഷനാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാവർക്കും വിളമ്പലും കഴിഞ്ഞു. പിന്നെ ഒരില അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് വിളമ്പണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അത് സാറിന് കൊടുത്തിട്ടാണ്. പിന്നെ ഇതിലൊരു സത്യം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും കറിയൊക്കെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ സാമ്പാറും കാബേജും മാത്രം കൂട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ചിക്കനും. എനിക്ക് പച്ചക്കറി വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസിലും പച്ചക്കറിയുടെ കറിയൊന്നും അധികം കാണാത്തതും. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇത് മോര്, അത് രസം. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പോവുകയാണ് കേട്ടോ. ആ റോഡ് വരെ ഫ്രണ്ട് ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ ദേ പോർച്ചിൽ പിള്ളേരൊക്കെ കളിച്ച് ആകെ ഫുൾ ടൈം കളിയാണ് വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ പോർച്ചൊക്കെ ഒന്ന് അടിച്ച് പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരി. ഞാൻ വീട്ടിലായിരുന്നല്ലോ, അപ്പോൾ വന്നപ്പോൾ കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുറ്റൊക്കെ അടിച്ച് പകലടിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. ആ നട്ട് കഴിഞ്ഞ് കിടന്നതാണ് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് ഇന്ന് ബുധനാഴ്ചയാണ്. എനിക്ക് പനിയൊക്കെ ആയിട്ട് വയ്യാണ്ട് എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ പിറ്റേ ദിവസം പൂ വിരിഞ്ഞപ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. താങ്ക് യു.